മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഭയങ്കര അഹങ്കാരിയാണ്, ഒരാളോട് മാന്യമായി സംസാരിക്കില്ല, അയാളുടെ ജീവിതത്തിലും സിനിമയിലും ഒരുപോലെ അഭിനയിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ നാട്ടിലുള്ള സഖാക്കന്മാർ പൊക്കിക്കൊണ്ട് നടന്നു. അയ്യോ മമ്മൂട്ടി നമ്മളെ ആളാണ്, മമ്മൂട്ടി സഖാവാണ്, മമ്മൂട്ടി ആനയാണ്, മമ്മൂട്ടി ചേനയാണ്. ഇന്നലെ മുതൽ എൻ്റെ ഫേസ്ബുക്ക് മുഴുവൻ അയാളെ തെറി വിളിക്കാനാണ്. മമ്മൂട്ടി ആരാണ്? പാർട്ടി സെക്രട്ടറിക്ക് താഴെയാണ് മമ്മൂട്ടി, ഇനി എത്ര വലിയ നടനായാലും പാർട്ടി സെക്രട്ടറിയാണ് ഞങ്ങൾക്ക് വലുതെന്നുള്ളത് ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ചീത്ത വിളി. സഖാക്കന്മാരെല്ലാം കൂടെ മമ്മൂട്ടിനെ എടുത്തിട്ട്, മമ്മൂട്ടി ഇപ്പോൾ എയറിൽ പറന്ന് കിടക്കുകയാണ് കേട്ടോ. മമ്മൂട്ടി ഇന്നലെ കാണിച്ചത് വെറും ഒരു അല്പത്തരമാണ് കേട്ടോ. സംഭവം നമ്മൾ രണ്ട് രീതിയിൽ ഉള്ള കാര്യം ഉള്ള പോലെ പറയണമല്ലോ. മമ്മൂട്ടി കാണിച്ചത് വെറും പിതൃശൂന്യതയാണ് മമ്മൂട്ടി കാണിച്ചത്. അങ്ങനെയൊന്നും ഒരു വേദിയിൽ വെച്ച ഒരാളോട് ഇങ്ങനെ പറയുന്നത് ശരിയല്ല. അത് മമ്മൂട്ടിയെ പോലെ ഇങ്ങനെ വലിയൊരു മഹാനടനായിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, അതും ഒരു കമ്മ്യൂണിസ്റ്റ് ആരനായിട്ടുള്ള ഒരു പാർട്ടി സെക്രട്ടറിയോട് ഇങ്ങനെ പറഞ്ഞത് തീർത്തും തെറ്റാണ്. അത് എന്താണ് പറയുന്നത്, വിവരമില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ് മമ്മൂട്ടി. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒട്ടി നടന്ന സഖാവുണ്ടല്ലേ, കുറച്ചുകൂടിയൊക്കെ ഒന്ന് ദൂരം പാലിക്കുന്നത് നന്നായിരുന്നു. കാരണം അതൊരു പാർട്ടി പരിപാടിയും കാര്യങ്ങളൊന്നും അല്ലല്ലോ. പിന്നെ ഈ സഖാക്കന്മാർ കൂടി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ ഒരു സഖാവിനെ നൊന്തപ്പോഴത്തേക്ക് കേരളത്തിലുള്ള മുഴുവൻ സഖാക്കന്മാരും കൊണ്ടിറങ്ങി. കാരണം എന്താണ്, അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് നൊന്തത് കൊണ്ട് യുവന്മാരെല്ലാം കൂടെ പുറത്തിറങ്ങി. പക്ഷെ ഇവന്മാർ ഈ കിടന്ന് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കിടന്ന് കരയുന്ന ഈ കമ്മികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് ഈ 10 വർഷത്തിനിടയിൽ എന്തുമാത്രം ആളുകളെ എന്തുമാത്രം ആളുകളെ ഇതുപോലെ നാണം കെടുത്തിയിട്ടുണ്ട്. അവർക്കുണ്ടായിരുന്നല്ലോ ആത്മാഭിമാനം. ഈ പറയുന്ന സഖാക്കൾക്കും പാർട്ടി സെക്രട്ടറിമാർക്കും അല്ലല്ലോ ഈ ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനമുള്ളത്. കേരളത്തിലുള്ള 3.5 കോടിയുള്ള വരുന്ന ജനങ്ങൾക്കും ഉണ്ട് ഈ പറയുന്ന ആത്മാഭിമാനം, അല്ലേ? അവരുടെ ആത്മാഭിമാനത്തിനൊന്നും ഒരു വിലയും ഈ പറയുന്ന പാർട്ടിക്കാരും കൊടുക്കുന്നില്ല. ഈ പറയുന്ന രാജാവ്, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ്, നമ്മുടെ തന്നെ എന്തോരം വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഇല്ലെങ്കിൽ കാണാത്തൊരു യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്തുമാത്രം ആളുകളെ വേദിയിൽ വെച്ചിട്ട് ഇയാൾ അപമാനിച്ചിട്ടുണ്ട് ഈ പറയുന്ന കേരളത്തിന്റെ മഹാരാജാവ്. എപ്പോഴെങ്ങാനും ഏതെങ്കിലും ഒരു മോൻ ഈ വലിയ ആദർശമൊക്കെ വിളിക്കുന്ന, ആദർശം പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന, ഇപ്പം സഖാവായിട്ടുള്ള മമ്മൂട്ടിയെ വരെ ഏറിൽ നിർത്തിയേക്കുന്ന, മമ്മൂട്ടിയുടെ വാപ്പയ്ക്ക് ഉമ്മയ്ക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന സഖാക്കന്മാർ, ഇവന്മാരാരെങ്കിലും പുറത്തു വന്നായിട്ട് നിങ്ങൾ കണ്ടായിരുന്നു? അതെന്താണ് ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിക്ക് മാത്രമേ ഉള്ള ഈ അഭിമാനം? ഈ മാറ്റി നിർത്തിയപ്പോൾ ഉണ്ടായ അഭിമാനമൊക്കെ ഈ പറയുന്ന പുള്ളിക്ക് മാത്രമേ ഉള്ളൂ. നമ്മളെ പോലുള്ള നിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ഈ പറയുന്ന അഭിമാനമൊന്നുമില്ലേ? അത് നമ്മുടെ അഭിമാനത്തിനൊന്നും ഒരു വിലയില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിൽ ഈ എത്രയോ ആളുകളെ ഈ പറയുന്ന പിണറായി വിജയൻ അപമാനിച്ചിട്ടുണ്ട്. വേദിയിൽ ഇരുത്തിക്കൊണ്ടൊക്കെ എന്തുമാത്രം ആളുകളെ അപമാനിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മമ്മൂട്ടിനെക്കാളും വിവരമില്ലാത്തൊരു മനുഷ്യനല്ലേ ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിണറായി. അയാൾക്ക് ഒരു അല്പമെങ്കിലും മമ്മൂട്ടി കാണിച്ചതിന്റെ ഒരു എന്താണ് പറയുന്നത്, മമ്മൂട്ടി കാണിച്ച വിവരത്തിന്റെ ഒരു പകുതിയെങ്കിലും ഇയാൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ ഇത്രയും വലിയ ഒരു സമൂഹത്തിന്റെ ഒരു വലിയൊരു വേദിയിൽ വെച്ചിട്ട് ആളുകളോട് ഇങ്ങനെ ഇത്രയും ഇയാൾ മമ്മൂട്ടി മൈക്കിലൂടെ അല്ലെന്ന് പറയാം, മൈക്കിലൂടെ അല്ല, അടുത്ത് നിർത്തിക്കൊണ്ടാണ് പറഞ്ഞതെന്ന് പറയാം. ഈ വേദിയിലിരിക്കുന്ന ആളുകളെയൊക്കെ ഈ മൈക്കിലൂടി ഈ പിണറായി വിജയൻ എന്തുമാത്രം അപമാനിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കൊന്നും ഈ പറയുന്ന ആത്മാഭിമാനം ഇല്ലേ? അതെ, അവരൊക്കെ ആത്മാഭിമാനം നഷ്ടപ്പെട്ട ആളുകളാണ്. അല്ലെങ്കിൽ നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിന് ആരെ വേണമെങ്കിൽ എന്തും പറയാനുള്ള അധികാരം നമ്മൾ തീരെഴുതി കൊടുത്തിട്ടുണ്ടോ? നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം നോവുമ്പോഴത്തേക്ക് ചാടി ഇറങ്ങുന്നവരാണ് സാധാരണ സഖാക്കൾ. എല്ലാ സഖാക്കളും ഒരു കാര്യത്തിനും സഖാക്കൾ വരില്ല കേട്ടോ. അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മാത്രം എല്ലാം കൂടി ഇല്ല പട പോലെ ഇങ്ങോട്ട് ഇറങ്ങി വരും. കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ളത് കിട്ടുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള തിരിച്ചടികൾ കിട്ടുന്നത് എന്തുകൊണ്ടും വളരെ നല്ല കാര്യമാണ്.